ക്രിസ്തീയതയുടെ ചിഹ്നം കുരിശല്ല, ദൈവപ്രതിമയായ ക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ പ്രതിമകളായ ക്രിസ്തു വിശ്വാസികളുടെ സ്നേഹാധിഷ്ഠിതമായ ജീവിതമാണ്. ക്രിസ്തീയതയുടെ ചിഹ്നം എന്നത് ദൈവപ്രതിമയായ ക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ പ്രതിമകളായ ക്രിസ്തു വിശ്വാസികളുടെ സ്നേഹാധിഷ്ഠിതമായ ജീവിതമാണ് ക്രിസ്തീയതയുടെ ചിഹ്നം. ക്രിസ്തീയതയ്ക്ക് മറ്റ് ഭൗതിക ചിഹ്നവും ബിംബവും വിഗ്രഹവും ഒന്നും അനുവദനീയമല്ല. ക്രിസ്തീയതയുടെ ചിഹ്നം കുരിശാണ് എന്ന വാദം വചനവിരുദ്ധമായ ഒരു മാനുഷിക പാരമ്പര്യമാണ്, ദൈവിക സത്യമല്ല അത്. പിത്തള സർപ്പ ചരിത്രം തിരുസ്വരൂപ വണക്കത്തിനും കുരിശു വണക്കത്തിനും എതിരായ ബൈബിൾ അടിസ്ഥാനത്തിലുള്ള തെളിവാണ് വാസ്തവത്തിൽ. അപ്പോൾ കുരിശല്ല, ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ ഭാവമാണ് നാം ആയുധമായി ധരിക്കേണ്ടത് എന്ന് പത്രോസിൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിക്കുവിൻ. ക്രിസ്തുവിൻ്റെ ആ ഭാവമാണ്, ആ മനസ്സാണ്, ആ എളിമയുടെ അനുഭവമാണ്, ആ കഷ്ടമനുഭവിക്കുവാനുള്ള തീരുമാനമാണ്. അതാണ് നാം ആയുധമായി ധരിക്കേണ്ടത്. അല്ലാതെ മനുഷ്യൻ നിർമ്മിക്കുന്ന ഒരു കുരിശിനെ അല്ല നാം ആയുധമായി ധരിക്കേണ്ടത്. ജഡത്തിൽ കഷ്ടമനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. കാമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. അതുപോലെ തന്നെ കൊലോസി ലേഖനം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലതും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവ്വത്തിനു മുമ്പേയുള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിൻ്റെ തലയുമാകുന്നു. സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. അവനിൽ സർവ്വസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിക്കുവാനും പിതാവിന് പ്രസാദം തോന്നി. മുമ്പേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ടകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. വീണ്ടും 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നു എങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രേ മറഞ്ഞിരിക്കുന്നു. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി ഞങ്ങളെ തന്നെയല്ല യേശു ക്രിസ്തുവിനെ കർത്താവ് എന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാർ എന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശു ക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. അതുപോലെ 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അപ്പോൾ നാം ആരെ ആരാധിക്കുന്നുവോ അതുപോലെ നാം ആയിത്തീരും. ക്രിസ്തുവിനെ ആരാധിക്കുന്നവൻ ക്രിസ്തുവിനെ പോലെ ആയിത്തീരും.
ദൈവത്തെ പോലെ ആയിത്തീരും. മറ്റ് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർ അതുപോലെ ആയിത്തീരും. അപ്പോൾ ക്രിസ്തുവിൻ്റെ പ്രതിമകളായി രൂപാന്തരപ്പെടുക എന്ന ദൗത്യമാണ് ഓരോ ക്രിസ്തീയ വിശ്വാസിക്കുമുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. പിത്തള സർപ്പത്തിൻ്റെ ചരിത്രം തിരുസ്വരൂപ വണക്കത്തിനും കുരിശു വണക്കത്തിനും എതിരായി ബൈബിളിൽ നിന്ന് തന്നെയുള്ള തെളിവാണ്. ഇസ്രായേൽ ജനം ദൈവത്തിനും മോശയ്ക്കുമെതിരായി പിറുപിറുത്തപ്പോൾ ദൈവം അവർക്കെതിരായി അഗ്നിസർപ്പങ്ങളെ അയച്ചു. അവയുടെ കടിയേറ്റ് അനേകർ മരിച്ചു. അപ്പോൾ ജനം പശ്ചാത്തപിച്ച് കുറ്റം സമ്മതിച്ചു. അതിനെ തുടർന്ന് ദൈവം മോശയോട് പറഞ്ഞത് സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക. ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല. അന്നത്തെ പ്രശ്നം സർപ്പത്തിൻ്റെ വിഷമേറ്റ് ജനങ്ങൾ മരിച്ചുകൊണ്ടിരുന്നു. അതായിരുന്നു അന്നത്തെ പരിഹാരം. വിഷമില്ലാത്ത സർപ്പത്തെ വിശ്വാസത്താൽ നോക്കി ജനങ്ങൾ സൗഖ്യമാവുക എന്നതായിരുന്നു. ഇന്നത്തെ പ്രശ്നം സാത്താൻ എന്ന സർപ്പത്തിൻ്റെയും പാപത്തിൻ്റെയും വിഷമേറ്റ് മനുഷ്യർ നശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പരിഹാരം എന്താണ്? ദൈവദൂഷണ കുറ്റം ചുമത്തി കുറ്റക്കാരനെ പോലെ കുരിശിലേറ്റിയ പാപമില്ലാത്ത ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവരുടെ പാപങ്ങൾ യേശു ഏറ്റെടുക്കുന്നതിനാൽ അവർക്ക് പാപമോചനവും നിത്യജീവനും ലഭിക്കുന്നു. യേശുവിനെയാണ് നോക്കേണ്ടത്, അല്ലാതെ യേശു മരിച്ച കുരിശിനെ അല്ല നോക്കേണ്ടത്. എത്ര സാങ്കേതികമായ തട്ടിപ്പാണെന്ന് നോക്കൂ. യേശു യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ പറഞ്ഞ കാര്യമൊന്ന് നോക്കൂ. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പോൾ ദൈവകൽപ്പന പ്രകാരം പിത്തള സർപ്പത്തെ ഉണ്ടാക്കിയതോ അതിനെ നോക്കി സൗഖ്യം പ്രാപിച്ചതോ തെറ്റല്ല. എന്നാൽ യേശുവിനെ നോക്കണം നാം ഇന്ന്. യേശുവിൻ്റെ കുരിശിനെ അല്ല നോക്കേണ്ടത്, മരിച്ചിട്ടുയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ തന്നെ നോക്കുക. യേശു വരുവോളം യേശുവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്ന കർത്തൃമേശ ആചരിക്കുന്നതിൽ വിഗ്രഹാരാധനയില്ല. എന്നാൽ അപ്പത്തെയും വീഞ്ഞിനെയും ആരാധിക്കുന്നത് വിഗ്രഹാരാധനയാണ്. യേശുവിൻ്റെ മരണത്തെ ഓർക്കേണ്ടതിനായി നാം അത് ചെയ്യണം. അല്ലാതെ വസ്തുക്കളെ ആരാധിക്കുന്നതിലല്ല ആ വലിയ രഹസ്യത്തിൻ്റെ മർമ്മമിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. പിത്തള സർപ്പത്തെ ആരാധിക്കുന്നത് വിഗ്രഹാരാധനയാണ്. അതുപോലെ തന്നെ കുരിശിനെ ആരാധിക്കുന്നതും വിഗ്രഹാരാധനയാണ്. നാം ആരാധിക്കേണ്ടത് ദൈവപ്രതിമയായ ക്രിസ്തുവിനെ മാത്രമാണ്. അവനെയാണ് നാം ആരാധിക്കേണ്ടത്. അവനായിരിക്കണം നമ്മുടെ ഹൃദയത്തിൽ. അവൻ്റെ ഭാവമാണ് നമ്മുടെ ആയുധം. മോശ മരുഭൂമിയിൽ ഉയർത്തിയ പിത്തള സർപ്പവും ഇന്നത്തെ പാരമ്പര്യ സഭകളിലെ വിഗ്രഹ നിർമ്മാണവും കുരിശ് നിർമ്മാണവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. വാസ്തവത്തിൽ പിത്തള സർപ്പത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തിരുസ്വരൂപ വണക്കത്തിനെതിരെയുള്ള തെളിവാണ്. കാരണം അക്കാലത്ത് പിത്തള സർപ്പത്തെ വണങ്ങാൻ തുടങ്ങിയപ്പോൾ ഹെസക്കിയ രാജാവ് അതിനെ നശിപ്പിച്ചു കളഞ്ഞുവെന്ന് നാം കാണുന്നു. രാജാവിൻ്റെ ഈ പ്രവൃത്തി ദൈവത്തിന് പ്രീതികരമായിരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അത് 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. അതായത് ഇസ്രായേൽ രാജാവായ ഏലയുടെ മകനായ ഹോശിയായുടെ 3-ാം ആണ്ടിൽ യഹൂദ രാജാവായ ആഹാസിൻ്റെ മകൻ ഹിസ്കിയാവ് രാജാവായി. അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ യെരൂശലേമിൽ 29 സംവത്സരം വാണു. അവൻ്റെ അമ്മയ്ക്ക് അബി എന്ന് പേർ. അവൾ സഖറിയാവിൻ്റെ മകളായിരുന്നു. അവൻ തൻ്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. അവൻ പൂജാഗിരികളെ നീക്കി വിഗ്രഹസ്തംഭങ്ങളെ തകർത്ത് അശേര പ്രതിഷ്ഠയെ വെട്ടിമുറിച്ചു. മോശയുണ്ടാക്കിയ താമ്ര സർപ്പത്തെയും ഉടച്ചു കളഞ്ഞു. ആ കാലം വരെ ഇസ്രായേൽ മക്കൾ അതിന് ധൂപം കാട്ടി വന്നു. അതിന് നെഹുഷ്ഠാൻ എന്നു പേരായിരുന്നു. അപ്പോൾ അവൻ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചു. അവന് മുമ്പും പിമ്പും ഉണ്ടായിരുന്ന സകല യഹൂദ രാജാക്കന്മാരിലും ആരും അവനോട് തുല്യനായിരുന്നില്ല. അവൻ യഹോവയോട് ചേർന്നിരുന്ന് അവനെ വിട്ടു പിന്മാറാതെ യഹോവ മോശയോട് കൽപ്പിച്ച അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു നടന്നു. യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു.
അവൻ ചെന്നിടത്തൊക്കെയും കൃതാർത്ഥനായി വന്നു. അവൻ അശ്ശൂർ രാജാവിനോട് മത്സരിച്ച് അവനെ സേവിക്കാതെയിരുന്നു. അപ്പോൾ ദൈവത്തിന് പ്രസാദകരമായി ജീവിച്ച ഒരു രാജാവ് ആ നെഹുഷ്ഠാൻ എന്ന താമ്ര സർപ്പത്തെ, പിത്തള സർപ്പത്തെ തകർത്ത് കളഞ്ഞു. അത് ദൈവത്തിന് പ്രസാദമായി തീർന്നു. അപ്പോൾ അങ്ങനെയുള്ള സകല വിഗ്രഹങ്ങളെയും വസ്തുക്കളെയും നാം ഉപേക്ഷിച്ച് ക്രിസ്തുവെങ്കിലേക്ക്, ദൈവപ്രതിമയായ ക്രിസ്തുവെങ്കിലേക്ക് തിരിയണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇന്നത്തെ ആഗ്രഹം. പിത്തള സർപ്പത്തെ ജനങ്ങൾ വണങ്ങാൻ തുടങ്ങിയപ്പോൾ അത് നശിപ്പിക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഇന്ന് സഭകളിൽ വണങ്ങപ്പെടുന്ന തിരുസ്വരൂപങ്ങളുടെ കാര്യം എന്താണ്? ഇപ്രകാരം വിഗ്രഹങ്ങളിലെ മ്ലേച്ഛത കാണുവാൻ നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറന്നാൽ മാത്രമേ വിഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുവാൻ നമുക്ക് കഴിയൂ. ഈ കാര്യം, ഈ ആത്മീയ സത്യം കത്തോലിക്ക സഭയിലെയും ഓർത്തഡോക്സ് സഭയിലെയും യാക്കോബായ സഭയിലെയും ഒക്കെ പുരോഹിത വർഗത്തിൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ചെങ്കിലേ, അവർ മാനസാന്തരപ്പെട്ടെങ്കിലേ സഭയിലെ വിഗ്രഹങ്ങൾ മാറ്റപ്പെടുകയുള്ളൂ. അതുവരെയും ക്രിസ്തു സഭയിലുണ്ടാവുകയില്ല. ക്രിസ്തുവിനെ പുറത്താക്കുവാൻ വേണ്ടി അവർ വിഗ്രഹങ്ങളെ അകത്താക്കി. അതാണ് സത്യം, അതാണ് യാഥാർത്ഥ്യം. ഇന്ന് പലരും കുരിശുരൂപത്തെ ഏറ്റവും വിശുദ്ധമായ രൂപങ്ങളിലൊന്നായി കണക്കാക്കുകയും വണങ്ങുകയും ചെയ്യുന്നു. നമ്മളതിനെ അവഹേളിക്കുന്നില്ല, ഒരിക്കലും ബഹുമാനക്കുറവ് കാണിക്കുന്നില്ല. എന്നാൽ ബൈബിൾ പരിശോധിച്ചാൽ കുരിശുവണക്കം ദൈവഹിതത്തിന് വിരുദ്ധമാണ്. ക്രിസ്തുവിനെയാണ് നാം വണങ്ങേണ്ടത്, കുരിശിനെയല്ല സഹോദരങ്ങളെ. അപ്പോൾ വിഗ്രഹാരാധനയാണ് അത് എന്ന് നാം മനസ്സിലാക്കണം. കുരിശു വണങ്ങാൻ യേശു കൽപ്പിച്ചിട്ടില്ലല്ലോ. അപ്പോസ്തലന്മാർ കുരിശു വണങ്ങിയിട്ടില്ലല്ലോ. കുരിശു വണങ്ങാൻ അവനൊരു ഉപദേശം അവർ തന്നിട്ടില്ലല്ലോ. കുരിശു വണങ്ങാൻ ലേഖനങ്ങളിൽ ഉപദേശങ്ങളില്ലല്ലോ. അതിനാൽ കുരിശു വണക്കം ദൈവഹിതപ്രകാരമുള്ളതല്ല എന്ന് മനസ്സിലാക്കുന്നതാണ് ഉചിതം. കുരിശുവണക്കം പ്രചരിപ്പിച്ചത് ക്രിസ്തുവിരുദ്ധ ശക്തികളാണ് എന്ന് നാം മനസ്സിലാക്കണം. കുരിശുവണക്കം വിജാതീയ സമ്പ്രദായമാണ്, ക്രിസ്തീയമല്ല. കുരിശുവണക്കം ക്രിസ്തുമതത്തിന് മുമ്പ് നിലനിന്നിട്ടുണ്ട്. അതുമാത്രവുമല്ല, അത് ക്രിസ്തുമതത്തിന് പുറത്ത് ഇന്നും നിലനിൽക്കുന്നുമുണ്ട്. വൃത്തത്തിനുള്ളിലെ കുരിശ് സൂര്യദേവനും താമോസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് വിജാതീയമാണ്. ഈ കാര്യത്തെപ്പറ്റി വിശദമായ ഒരു ലേഖനം തിരുവല്ലയിൽ നിന്നും പ്രസിദ്ധീകരിച്ചിരിക്കുന്ന മരുപ്പച്ച സമകാലിക പത്രികയുടെ 2002 ജൂൺ 20 7-ാം പേജിൽ ജോസഫ് പുലുക്കുന്നൻ തൻ്റെ എൻ്റെ കുരിശു വിശ്വാസങ്ങൾ എന്ന ലേഖനത്തിൽ ഇപ്രകാരം എഴുതി: റോമൻ സാമ്രാജ്യത്തിൽ കൊലപാതകികൾക്കും രാജ്യദ്രോഹികൾക്കും കുരിശിലേറ്റി കൊല്ലുക എന്നതായിരുന്നു ശിക്ഷ. ആ നിലയ്ക്ക് സമൂഹത്തിൽ അപമാനത്തിൻ്റെ ചിഹ്നമായിരുന്നു യേശുവിൻ്റെ കാലത്ത് കുരിശ്. ആദിമ ക്രിസ്ത്യാനികളുടെ ഇടയിൽ കുരിശ് ക്രൈസ്തവരുടെ ചിഹ്നമായിരുന്നില്ല. റോമൻ ചക്രവർത്തി കോൺസ്റ്റാന്റൈനാണ് ഒരു സ്വപ്നത്തിലൂടെ റോമൻ സാമ്രാജ്യത്തിൻ്റെ കുരിശിനെ സംരക്ഷണ പ്രതീകമായി ഉയർത്തിയത്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയും മാക്സന്യൂസ് ചക്രവർത്തിയും തമ്മിൽ മിൽവിയൻ പാലത്തിൽ വെച്ച് ഒക്ടോബർ 28, 312 നടന്ന യുദ്ധത്തിൽ തൻ്റെ പക്ഷത്ത് ക്രിസ്ത്യാനികളെ ഉറപ്പിച്ചു നിർത്തുന്നതിന് താൻ, അതായത് കോൺസ്റ്റന്റൈൻ, ഒരു സ്വപ്നം കണ്ടെന്നും ആ സ്വപ്നത്തിൽ യേശു ചക്രവർത്തിയോട് കുരിശിൻ്റെ അടയാളത്തിൽ ജയിക്കുക എന്ന് ആഹ്വാനം ചെയ്തു എന്നുമായിരുന്നു കോൺസ്റ്റന്റൈൻ പ്രചരിപ്പിച്ച കള്ളക്കഥ. അന്ന് ക്രിസ്ത്യാനികൾ രാജകീയ യുദ്ധങ്ങളിൽ പങ്കെടുത്തിരുന്നില്ല. ക്രിസ്ത്യാനികളെ പക്ഷം ചേർക്കുന്നതിന് ചക്രവർത്തിയെടുത്ത അടവായിരുന്നു അത്. ഇതിനുശേഷം റോമൻ ചക്രവർത്തിയുടെ പ്രേരണയിലാണ് കുരിശ് ക്രിസ്ത്യാനികളുടെ ചിഹ്നമാകുന്നത്. നാം ശ്രദ്ധിക്കണം. മറ്റൊരു കള്ളക്കഥയും റോമാ സാമ്രാജ്യം പ്രചരിപ്പിച്ചു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മയായ ഹെലേന റാണി ഗാഗുൽത്ത മലയിൽ ഭൂഗർഭ പരിശോധന നടത്തിയെന്നും അവിടെ വെച്ച് 4 നൂറ്റാണ്ടുകൾക്ക് ശേഷം മണ്ണിനടിയിൽ നിന്നും ക്രിസ്തുവിനെ തൂക്കിയ കുരിശ് കണ്ടെടുത്തുവെന്നുമായിരുന്നു ഈ കള്ളക്കഥ. ഈ കുരിശിൻ്റെ ഭാഗങ്ങളാണെന്നും പറഞ്ഞ് അനേകം തടിക്കഷണങ്ങൾ യൂറോപ്പിലെ പള്ളികളിൽ പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തു. പാലാ വലിയ പള്ളിയിലും ഈ കുരിശിൻ്റെ തിരുശേഷിപ്പ് ഉണ്ടെന്നാണ് വയ്പ്. 10-ാം നൂറ്റാണ്ട് മുതൽ ഏകദേശം 4 നൂറ്റാണ്ടോളം
യൂറോപ്പിലെ ആഭാസന്മാരായ ക്രൈസ്തവ രാജാക്കന്മാർ സാമ്രാജ്യ വികസനത്തിനായി നടത്തിയ കുരിശ് യുദ്ധത്തിൻ്റെ മുന്നിൽ ഉയർത്തിപ്പിടിച്ചതും കുരിശായിരുന്നു. സമാധാന ദൂതനായ ക്രിസ്തു മഹാത്യാഗമനുഷ്ഠിച്ച ഈ കുരിശിനെ യുദ്ധത്തിൻ്റെ പ്രതീകമാക്കിയും രാജാക്കന്മാരുടെ കിരീടത്തിലും മെത്രാന്മാരുടെ മുതലവായൻ തൊപ്പിയിലും വഴിയോരങ്ങളിലും പ്രതിഷ്ഠിച്ചും അതിൻ്റെ പാവനത്വം നഷ്ടപ്പെടുത്തിയെന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഒന്നുകിൽ കള്ളക്കഥ പറഞ്ഞു, അല്ലെങ്കിൽ ഏതോ ക്രിസ്തുവിരുദ്ധ ശക്തികളിൽ നിന്നുള്ള ദർശനം ദൈവികമെന്ന വ്യാജേന ചക്രവർത്തിക്ക് ലഭിച്ചു. ഏതായാലും ഇത്തരം പാരമ്പര്യങ്ങളിൽ വഞ്ചനയുടെ വിത്തുകൾ വ്യക്തമായി കാണുവാൻ കഴിയും. ഇത്തരം പാരമ്പര്യങ്ങളൊന്നും ദൈവവചനത്തിൻ്റെ പാരമ്പര്യമല്ല, ദൈവവചനത്തോട് ചേർന്ന് പോകുന്നതല്ല, ദൈവവചനവുമായി വൈരുദ്ധ്യപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പസ്തോലന്മാരുമായിട്ടോ അവരുടെ എഴുത്തുകളുമായിട്ടോ ലേഖനങ്ങളുമായിട്ടോ ജീവിതമായിട്ടോ ഉപദേശമായിട്ടോ പാരമ്പര്യവുമായിട്ടോ ഈ സഭകളുടെ പാരമ്പര്യത്തിന് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് സത്യം. അതിനെയൊക്കെ മറച്ചു വെച്ച് വെള്ളപൂശുന്നതിനായി തങ്ങൾക്ക് മാത്രമാണ് അപ്പസ്തോലിക പിന്തുടർച്ച എന്ന് അവകാശപ്പെട്ട് മറ്റുള്ള പാവപ്പെട്ട സഭകളെയെല്ലാം അന്താളിപ്പിച്ച് പുറന്തള്ളുന്ന ഒരു ശാചികമായ വ്യാപാരമാണ് ഇത്തരം പാരമ്പര്യ സഭകളിൽ ഇന്ന് കുടികൊള്ളുന്നത് എന്ന് പറയുന്നതിൽ വളരെ ഖേദമുണ്ട്. കുരിശിനോടുള്ള ഭക്തിപ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ കുടിലമായ സാത്താനീയ തന്ത്രമുണ്ട്. കുരിശുരൂപവും യേശുവും രണ്ടാണ്. കുരിശുരൂപത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രം യേശുവിൻ്റെ ശിഷ്യരാകുന്നില്ല. യേശുവിൻ്റെ ശിഷ്യർ യേശുവിൽ വിശ്വസിക്കുകയും യേശുവിനെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർ മാത്രമാണ്. എന്നാൽ കുരിശ് അണിയുന്നവർക്കും കുരിശു ഭക്തർക്കും ക്രിസ്തീയതയുടെ കൃത്രിമവും ഉപരിപ്ലവവുമായ ഒരു പരിവേഷം ലഭിക്കുന്നുണ്ട്. ഈ പരിവേഷത്തെ പലരും തങ്ങളുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ഒരു പുകമറയായി ഉപയോഗിക്കുന്നുമുണ്ട്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ചെയ്തതും അതുതന്നെയായിരുന്നു. ഇന്ന് കുരിശണിയുന്നവരെല്ലാം കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ ശിഷ്യരാണ് എന്നുള്ളതാണ് സത്യം. അത്തരക്കാർ സ്ഥാനമാനങ്ങളും സ്ഥലവും കയ്യേറ്റം ചെയ്യുവാൻ കുരിശു നാട്ടുന്നവരാണ്. അവർ വഹിക്കുന്നത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കുരിശാണ്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ പിന്തുടർച്ചയാണ് അവർക്കുള്ളത്. യേശുവിൻ്റെ കുരിശ് വഹിക്കുവാൻ യേശു നമ്മോട് ആവശ്യപ്പെട്ടിട്ടില്ല. നാം ഓരോരുത്തരും അവരവരുടെ കുരിശ് വഹിച്ച് യേശുവിനെ പിൻപറ്റുവാനാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. അക്കാര്യം നാം മറന്നു പോകരുത്. എന്നും എല്ലാത്തരം കുരിശ് യുദ്ധങ്ങളുടെയും ലക്ഷ്യം ഒന്ന് തന്നെയായിരുന്നു: സ്വാർത്ഥ താല്പര്യങ്ങളും അധികാരമോഹവും. യേശുവിനോട് ജനങ്ങൾക്കുണ്ടായിരുന്ന ഭക്തിയുടെ വികാരങ്ങളെ ചൂഷണം ചെയ്യാനും അങ്ങനെ അവരുടെ പിന്താങ്ങലോടുകൂടി അധികാരം പിടിച്ചെടുക്കാനുമുള്ള ഒരു ഉപകരണമായി നേതാക്കൾ കുരിശിനെ ഉപയോഗിച്ചു. ഈ പ്രവണത ഇന്നും തുടരുന്നു. ചിലർ യേശുവിനെയും സുവിശേഷത്തെയും പോലും ഇങ്ങനെ ദുരുപയോഗിക്കുന്നു. ഇത് വഞ്ചനയാണ്. ക്രിസ്തുവിൻ്റെ സന്ദേശം മുഴുവനും കുരിശിലാണെന്നും ആ കുരിശ് തങ്ങളുടെ കൈവശമാണെന്നും വരുത്തി തീർത്ത് നേതാക്കൾ തങ്ങൾക്കിഷ്ടമുള്ളതുപോലെ ജനങ്ങളെ നിയന്ത്രിച്ച് കുഞ്ഞാടുകളെ പന്താടുന്ന പരിപാടിയാണ് എപ്പിസ്കോപ്പസി സമ്പ്രദായത്തിൽ നാം ഇന്ന് കാണുന്നത്. ഇത്തരം എപ്പിസ്കോപ്പസി സമ്പ്രദായമാണ് യഥാർത്ഥ ക്രിസ്തീയ സഭ എന്ന വാദം തികച്ചും സത്യവിരുദ്ധവും ജനവഞ്ചനയുമാണ്. അത് അപ്പസ്തോലികവും ക്രിസ്തീയവും അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതൊന്നും അപ്പസ്തോലിക പിന്തുടർച്ചയല്ല. അത് അവർക്ക് അപ്പസ്തോലിക പിന്തുടർച്ച ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. ജനങ്ങളെ തങ്ങളോട് ചേർത്ത് നിർത്തുന്നതിനും തങ്ങളുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം ദൈവികമായ നിയമസാധുതയും അംഗീകാരവും ഉണ്ടെന്നും വരുത്തി തീർക്കുവാൻ വേണ്ടി അവർ ഇത്തരം തിരുശേഷിപ്പ് തന്ത്രങ്ങളെ ആശ്രയിക്കുകയും ആശ്ലേഷിക്കുകയും ചെയ്യുന്നു എന്നുള്ള പ്രവണത നിലനിൽക്കുന്നുണ്ട്. അവരുടെ ആധികാരികതയുടെ അടിസ്ഥാനം ഭൗതിക വസ്തുക്കളായി തീർന്നു. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം അവരുടെ ആരാധന ഭൗതിക വസ്തുക്കളെയും തിരുശേഷിപ്പുകളെയും അടിസ്ഥാനമാക്കി അധപ്പതിച്ച് അന്ധകാരത്തിൻ്റെ അടിത്തട്ടിലേക്ക് വീണുപോയി.
കുരിശിനെ ചിഹ്നമാക്കുന്നവർ യഥാർത്ഥത്തിൽ യേശുവിനെ ഉപേക്ഷിച്ച് കുരിശിനെ സ്വീകരിക്കുന്നു. ഇത് തെറ്റാണ്. കാരണം അപമാനത്തിൻ്റെ ചിഹ്നമായിരുന്ന കുരിശിനെ മഹാത്യാഗത്തിൻ്റെ പ്രതീകമാക്കുക എന്നതായിരുന്നില്ല യേശുവിൻ്റെ ഉദ്ദേശം. കുരിശ് എന്ന വസ്തുവിനോട് യേശുവിന് പ്രത്യേക സ്നേഹമൊന്നുമില്ലായിരുന്നു. യേശുവിൻ്റെ ശത്രുക്കൾ യേശുവിനെ കൊല്ലുവാൻ ഉപയോഗിച്ച വസ്തുവിനെ നാം എന്തിനാണ് സ്നേഹിക്കുന്നത്? യേശുവിന് കുരിശിനോടില്ലാത്ത സ്നേഹം നാം എന്തിനു കുരിശിനോട് കാണിക്കണം? യേശുവിനെ സ്നേഹിക്കുവാൻ കഴിഞ്ഞാൽ അത് ധാരാളം മതി. കുരിശ് എന്ന ഭൗതിക വസ്തുവിനെ നമുക്ക് മറക്കാം. യേശുവിനോടുള്ള ശരിയായ ബന്ധത്തിന് കുരിശ് ഒരു വിലങ്ങതടിയാകുവാൻ പാടില്ല. കാരണം അങ്ങനെയായാൽ കുരിശ് നമ്മുടെ ജീവിതത്തിൽ ഒരു വിഗ്രഹമായിത്തീരും. അങ്ങനെ നാം വിഗ്രഹാരാധകരായിത്തീരും. യേശുവിനെ സ്നേഹിക്കാതെ, യേശു സ്നേഹിക്കാത്തതിനെ സ്നേഹിക്കുന്നവർ യേശുവിൻ്റെ ശത്രുക്കളാണ്. യേശുവിനെ ഉപേക്ഷിച്ചിട്ട് യേശുവിൻ്റേതെന്ന് പറയപ്പെടുന്ന കുരിശിൻ്റെയും ശവക്കച്ചകളുടെയും പിന്നാലെ പോകുന്നവരെ സൂക്ഷിക്കുക. യേശുവിൻ്റേത് എന്ന് ആരോ പറഞ്ഞ കുരിശും കുപ്പായവും തുണിയും തൊപ്പിയും വടിയും മതി അവർക്ക്. യേശുവിനെ വേണ്ട. യേശുവിനെ കുരിശിൽ ഒതുക്കി ഉപയോഗിക്കുക എന്നതാണ് ഇന്ന് പല അധികാര മോഹികളുടെയും തന്ത്രം. കുരിശ് യേശുവല്ല, യേശുവിൻ്റെ പ്രതിമ യേശുവല്ല. എല്ലാ വസ്തുക്കളും എല്ലാ വ്യക്തികളും അവയോട് തന്നെ താതാത്മ്യപ്പെട്ടിരിക്കുന്നു. ഇല്ലാത്ത ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് സത്യവിരുദ്ധമാണ്, നുണയാണ്. കുരിശു വണക്കത്തിലൂടെ അത്തരക്കാർ യേശുവിനെ വീണ്ടും ക്രൂശിക്കുകയും പരസ്യമായി ആക്ഷേപിക്കുകയും ചെയ്യുന്നുവെന്ന് എബ്രായ ലേഖനം 6-ാം അധ്യായം ശ്രദ്ധിച്ചു വായിച്ചാൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന കാര്യമാണ്. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയൂ. കുരിശ് ഇന്നും കുരിശിൽ വിശ്വസിക്കുന്നവരെ പോലും ഭിന്നിപ്പിക്കുന്നു. ഏത് തരം കുരിശ് ഉപയോഗിക്കണമെന്നാണ് ഇക്കാലത്ത് ചില സഭകളിൽ പ്രധാന വിഷയം. അപ്പസ്തോലനായ തോമസ് കൊണ്ടുവന്നത് യേശുവിനെയാണ്. എന്നാൽ ഇന്ന് ഇത്തരക്കാർ തോമസ് കൊണ്ടുവന്ന യേശുവിനെ വിട്ടിട്ട്, യേശുവിനെ അവഗണിച്ചിട്ട്, പുറത്താക്കിയിട്ട് തോമസ് കൊണ്ടുവരാത്ത കുരിശിൻ്റെ പിന്നാലെ പോകുന്നു. അതിൻ്റെ പേരിൽ സംഘർഷം സൃഷ്ടിക്കുന്നു. ദൈവികമെന്ന് തെറ്റിദ്ധരിച്ച് വെറും കല്ലിനും സിമെൻറ്റിനും വേണ്ടി ജനങ്ങൾ തമ്മിലടിക്കുന്നു. ഇതൊക്കെയല്ലേ നാം ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കാണുന്നത്? എത്രയോ പരിഹാസ്യമാണ്. ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുന്ന ഒരു പരിപാടിയല്ലേ ഇവിടെയൊക്കെ നാം കാണുന്നത്? ഫലത്തിൽ നിന്നും വൃക്ഷത്തെ തിരിച്ചറിയുക. ഇവരൊക്കെ ക്രിസ്തുവിനെ ഉപേക്ഷിച്ചിട്ട് കാലങ്ങൾ എത്രയായി. സാത്താൻ്റെ തന്ത്രങ്ങളെപ്പറ്റി ഇവർ കുറച്ചെങ്കിലും മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇന്ന് മരക്കുരിശ് പാവപ്പെട്ടവന് മാത്രം, വെള്ളിക്കുരിശിനും പൊന്നിൻ കുരിശിനുമൊക്കെ അന്തസ്സുള്ളൂ എന്നുള്ളൊരു സ്ഥിതി പോലും നമ്മുടെ ഇടയിലുണ്ട്. ഇത്തരം പാരമ്പര്യങ്ങളിലെല്ലാം എന്തോ അപാകതയുണ്ടെന്ന് കേൾവിക്കാരാ നിനക്ക് തോന്നുന്നില്ലേ? കുരിശ് ഒരു നല്ല ചിഹ്നമാണ്. എന്നാൽ ആ ചിഹ്നത്തിൻ്റെ അർത്ഥം സംവേദിക്കപ്പെടുമ്പോഴാണ് ചിഹ്നം അർത്ഥവത്താകുന്നത്. ആശയ സംവേദത്തിനായി കുരിശ് എന്ന ചിഹ്നം ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ കുരിശിനെ വണങ്ങുന്നത് തെറ്റാണ്, വിഗ്രഹാരാധനയാണ്. ലക്ഷ്യത്തിലേക്കുള്ള വഴികാട്ടി മാത്രമാണ് ചിഹ്നം. ചിഹ്നം ലക്ഷ്യമാണെന്ന് തെറ്റിദ്ധരിക്കുന്നവരാണ് വിഗ്രഹാരാധനയുടെ കെണിയിൽപ്പെട്ടു പോകുന്നത്. ക്രിസ്തീയതയുടെ ചിഹ്നം കുരിശല്ല, ദൈവപ്രതിമയായ ക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ പ്രതിമകളായ ക്രിസ്തു വിശ്വാസികളുടെ സ്നേഹമാണ് ക്രിസ്തീയതയുടെ ചിഹ്നം എന്ന് മനസ്സിലാക്കണം. ക്രിസ്തീയതയ്ക്ക് മറ്റു ഭൗതിക ചിഹ്നവും ബിംബവും വിഗ്രഹവും ഒന്നും അനുവദനീയമല്ല. ഇതൊരു ആത്മീയമായ യാത്രയാണ്, ഒരു ആത്മീയ പാതയാണ്. ക്രിസ്തീയതയുടെ ചിഹ്നം കുരിശാണ് എന്നത് വചനവിരുദ്ധമായ പാരമ്പര്യമാണ്, പാരമ്പര്യ നിർമ്മാണമാണ്, സത്യമല്ല. ക്രിസ്തീയതയുടെ ചിഹ്നം കുരിശല്ല, സ്നേഹമാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും എന്നാണ് കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്. കുറുക്കു വഴികളിലൂടെ തങ്ങൾ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണ് എന്ന് കാണിക്കുവാനുള്ള ചിലരുടെ ബദ്ധപ്പാടിൽ നിന്നാണ് കുരിശു പ്രേമം ഉടലെടുക്കുന്നത്. കുരിശുരൂപം വഹിക്കുന്നവർ അത് മനുഷ്യരുടെ അംഗീകാരത്തിനായി ചെയ്യുന്നു. എത്രയോ വലിയ കുരിശുകളാണ് അവർ കഴുത്തിലൊക്കെ തൂക്കിയിട്ട് നടക്കുന്നത്. എന്നാൽ
സ്നേഹം, ത്യാഗം അതൊക്കെ അവർക്കുണ്ടോ? സ്നേഹം ത്യാഗം ആവശ്യപ്പെടുന്നു. അതിനാൽ സ്നേഹം വഹിക്കുവാൻ പലരും തയ്യാറാകുന്നില്ല. അവർ കുരിശ് വഹിച്ച് അവരുടെ ആത്മീയതയെ ഇങ്ങനെ പ്രകടിപ്പിക്കുവാൻ വാഞ്ചിക്കുന്നവരാണ്. ഇത്തരം കപടനാട്യക്കാരെ സൂക്ഷിച്ചു കൊള്ളുവാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. വെള്ളയടിച്ച കുഴിമാടങ്ങളെ. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൽ ദൈവവചനം ഇപ്രകാരം പറയുന്നുണ്ട്: ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. കുഞ്ഞുങ്ങളെ, വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. അതുകൊണ്ട് പിത്തള സർപ്പത്തെ നോക്കുകയും ജീവിക്കുകയും ചെയ്തതും യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കുന്നതും സത്യത്തിൽ നിഴലും പൊരുളുമാണ്. ക്രിസ്തീയ ജീവിതത്തിലെ കുരിശുരൂപമല്ല. ക്രിസ്തീയ ജീവിതത്തിൽ നാം വഹിക്കേണ്ടത് യേശു വഹിച്ച കുരിശിൻ്റെ രൂപങ്ങളല്ല, മറിച്ച് നമ്മുടെ തന്നെ കുരിശാണ്. നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളാണ്, കഷ്ടങ്ങളാണ്. യേശുവിനെ അനുധാവനം ചെയ്യുമ്പോൾ, ആത്മാർത്ഥമായി അവനെ അനുഗമിക്കുമ്പോൾ, അവൻ്റെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന പ്രതിസന്ധികളാണ്, പരീക്ഷണങ്ങളാണ്. അതൊക്കെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ശോധനകളാണ്. അത് വിലയേറിയതാണ് എന്നാണ് പത്രോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത്. അതാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കുരിശ്. അതാണ് സന്തോഷത്തോടെ വഹിക്കേണ്ടത്. ക്രിസ്തുവിനായി നാം ഏൽക്കേണ്ടി വരുന്ന കഷ്ടതകളാണ് നമ്മുടെ കുരിശ്. യേശുവിൻ്റെ കുരിശ് യേശു നമുക്കായി സഹിച്ച കഷ്ടങ്ങളാണ്. യേശുവിൻ്റെ കുരിശ് നാം വഹിക്കേണ്ടതില്ല. നാം വഹിക്കേണ്ടത് നമ്മുടെ കുരിശാണ്. സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല എന്നാണ് കർത്താവ് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറഞ്ഞത്. ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം കുരിശ് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ക്രിസ്തുവിൻ്റെ ക്രൂശിനെ പ്രതി പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കുവാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ പറയുന്നു: അവനെ പ്രതി ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ ക്രിസ്തു എന്നെ അയച്ചത് സ്നാനം നൽകുവാനല്ല, സുവിശേഷം പ്രസംഗിക്കുവാനാണ്. എന്നാൽ വാഗ്വിലാസത്തോടെ ആയിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ കുരിശ് വ്യർത്ഥമാകുമായിരുന്നു. അതിനാൽ നാം മനസ്സിലാക്കേണ്ടത് ക്രിസ്തീയതയുടെ ചിഹ്നം കുരിശല്ല, ദൈവപ്രതിമയായ ക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ പ്രതിമകളായ ക്രിസ്തു വിശ്വാസികളുടെ സമർപ്പിതമായ ജീവിതമാണ് അത് എന്ന് നാം മനസ്സിലാക്കണം. എന്നാൽ എപ്പിസ്കോപ്പസിയുടെ ഒരു പ്രത്യേക സങ്കര ഉൽപ്പന്നം പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൽ പോലും ഇന്ന് പെന്തോക്കോപ്പസിയായി വളരുന്നുണ്ട്. ലോഹ, തൊപ്പി, വടി എന്നിവയുടെ കിലുകിലുക്കവും കോലാഹലവും ഇന്ന് പെന്തക്കോസ്തിലും കേൾക്കുവാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ സഭകളിലെയും കള്ളന്മാരെയും അധികാരമോഹികളെയും സൂക്ഷിച്ചില്ലെങ്കിൽ സഭകളെ ഒന്നടക്കം അട്ടിമറിക്കുവാൻ സാത്താൻ അതിൻ്റെ നേതാക്കളിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് എല്ലാ സഭാപ്രസ്ഥാനങ്ങളിലുമുള്ള വിശ്വാസികൾ ശരിയായി മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. അതുകൊണ്ട് സത്യത്തിൻ്റെ തൂണായ ദൈവജനം, വിശ്വാസികൾ എല്ലാ സഭകളിലും ജാഗ്രതയോടെ ഇരിക്കണം എന്ന് മാത്രമാണ് എൻ്റെ എളിയ അഭ്യർത്ഥന. വിളക്കുകളും മെഴുകുതിരികളും കുരിശിൻ്റെ പ്രതിമയും ആരാധനയ്ക്കായി ഉപയോഗിക്കുന്നത് ബാബിലോണിയ മതത്തിൻ്റെ പിന്തുടർച്ച സ്വീകരിക്കുന്നത് കൊണ്ടാണ്. ബാബിലോണിയ മതത്തിൻ്റെ പാരമ്പര്യങ്ങളെ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ്. റോമാ മതത്തിൻ്റെ ആരാധനാക്രമത്തിൽ കുരിശടയാളവും കുരിശിൻ്റെ പ്രതിമയും വിളക്കുകളും മെഴുകുതിരികളും കാണാവുന്നതാണ്. കുർബാന അനുഷ്ഠിക്കപ്പെടുമ്പോൾ പകൽ സമയത്ത് പോലും ബലിപീഠത്തിൽ മെഴുകുതിരി കത്തിച്ചു വയ്ക്കുന്നു. റാസ, പെരുന്നാളുകൾ, ഘോഷയാത്രകൾ, രൂപക്കൂട് എന്നിവയിലെല്ലാം കത്തുന്ന മെഴുകുതിരികൾ ഉപയോഗിക്കുന്നുണ്ട്. കുരിശടയാളത്തിൻ്റെ പ്രയോഗം എല്ലാ ആരാധനാ ആചാരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു. കുരിശിൽ തന്നെ ഒരു ശക്തിയുള്ളതായി അവർ വിശ്വസിക്കുന്നു.
തങ്ങളുടെ രക്ഷയ്ക്ക് മുഖാന്തരമായി തീർന്ന വസ്തുവിനെ ആരാധിക്കുന്നത് ദൈവത്തിന് പ്രസാദമാണ് എന്ന് അവർ തെറ്റിദ്ധരിക്കുന്നു. മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തെ അഗ്നിസർപ്പം കടിച്ചപ്പോൾ രക്ഷാകരമായിരുന്ന വസ്തുവിനെ പിന്നീട് ഇസ്രായേൽ ആരാധിച്ചത് വിഗ്രഹാരാധനയായി തീർന്നതിനാലാണ് ദൈവകോപത്തിന് കാരണമായി തീർന്നത്. അതുപോലെ തന്നെ യേശുവിൻ്റെ കഷ്ടാനുഭവത്തിലൂടെയും മരണത്തിലൂടെയും നമ്മുടെ രക്ഷയ്ക്ക് മുഖാന്തരമായി തീർന്ന വസ്തുവിനെ ആരാധിക്കുന്നതും വിഗ്രഹാരാധനയായതുകൊണ്ട് തന്നെയാണ് അത് ദൈവകോപത്തിന് കാരണമാകുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നത്. അതിനാൽ യേശുവിൻ്റെ മരണത്തിന് മുഖാന്തരമായി തീർന്ന ആണി, ചമ്മട്ടി മുതലായ വസ്തുക്കളെയും ആരും ആരാധിക്കുവാൻ പാടില്ല. ഇത്തരം വിഗ്രഹാരാധനാ പ്രവണതകളെല്ലാം ജാതീയ ബാബിലോന്യ മതത്തിൽ നിന്ന് കടമെടുത്തതാണ് എന്ന് വളരെ വ്യക്തമാണ്. കുരിശുരൂപം ബാബിലോന്യ മതത്തിൽ ഉപയോഗിച്ചിരുന്നു. അവർക്ക് കുരിശിനെ കഴുത്തിൽ അണിയുന്ന പതിവുമുണ്ടായിരുന്നു.